യൂട്യൂബർ തൊപ്പി വീണ്ടും കുരുക്കില്. കണ്ണൂരുകാരനായ നിഖാദ് വീട്ടിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് അവരോടൊക്കെ പിണങ്ങി തൻ്റെ മുറിയിലിരുന്ന് തൊപ്പി എന്ന പേരിൽ ഒരു യൂട്യൂബ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ധാരാളം കുട്ടികളായിരുന്നു അത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. തൊപ്പിയിലെ സംഭാഷണങ്ങൾ കണ്ണൂർ ശൈലിയിലുള്ളതായിരുന്നു. കണ്ണൂരിലെ ശൈലിയിൽ വളരെ മോശമായ പദങ്ങളും അത് അശ്ലീല പദങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കുട്ടികളാണ് കൂടുതലും ഇയാളുടെ ഫോളോവേഴ്സ്. കാരണം കുട്ടിത്തരമുള്ള പല കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ലൈംഗിക ചൊവ്വയുള്ള സംഭാഷണങ്ങളും സ്ത്രീകളെ ലൈംഗിക വസ്തുക്കളായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. ഏതായാലും 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ തൊപ്പിയെ പോലീസ് ബുക്ക് ചെയ്തു. കാരണം സമൂഹത്തിന് ദോഷകരമായ പല പ്രവർത്തനങ്ങളാണ് താൻ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാതെ നിഖാദ് തുടർച്ചയായിട്ട് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾ മുഴുവൻ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരുന്നു. ഏതായാലും അതിനൊരു നടപടി പോലീസ് എടുത്തു. തമ്മനത്തെ ഒരു ഫ്ലാറ്റിലേക്ക് വീട്ടിൽ നിന്ന് പതുക്കെ മാറി അവിടെ നിന്നാണ് ഇത് പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഏതായാലും പോലീസ് കേസെടുത്തു. അതിനുശേഷം ഒതുങ്ങിക്കഴിയുകയാണെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മളൊക്കെ. പക്ഷേ സജീവമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. ഏതായാലും അയാളുടെ കൂടെ ചില സ്ത്രീകളും ചില പയ്യന്മാരും ഒക്കെ വന്ന് ചാടി. ഏതായാലും പാലാരിവട്ടം പോലീസ് എൻ്റെ ഡാൻസ് ഓഫ് ഡ്രഗ്സ് പിടിക്കുന്ന പോലീസിൻ്റെ എറണാകുളം ജില്ലയിലെ ഡാൻസ് ഓഫ് ഉണ്ട്, കസ്റ്റംസിനുണ്ട്. അവർ ഏതായാലും ഇത് വാച്ച് ചെയ്തു. ഇയാളുടെ മുറി റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഡ്രഗ്സിൻ്റെ ചില പദാർത്ഥങ്ങൾ അവിടുന്ന് പിടിച്ചെടുക്കുകയും ഇവരെല്ലാവരും മുങ്ങുകയും ചെയ്തു. തൊപ്പി എന്ന നിഖാദ് അവിടെ നിന്ന് വലിഞ്ഞു. 3 സ്ത്രീകളുണ്ടായിരുന്നു, അവരും അവിടുന്ന് രക്ഷപ്പെട്ടു. 3 പുരുഷന്മാരുമുണ്ട്. 6-7 പേര് ഒളിവിൽ പോയി. ഡാൻസ് ആപ്പിൻ്റെ കേസ് സ്ട്രോങ് ആണ്. ഡ്രഗ്സ് അവിടുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തൊപ്പി കൂടുതൽ പണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെ രാസലഹരി വിൽപ്പനയും അതോടൊപ്പം തന്നെ രാസലഹരിയുടെ അടിമയായി മാറുകയും ചെയ്തു. അയാളിപ്പം പോലീസ് അവിടെ നേരത്തെ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്ത് കഴിഞ്ഞപ്പം തൊപ്പി എന്ന പേര് താൻ മാറ്റുകയാണ്. താൻ യഥാർത്ഥ കഥാപാത്രമായ നിഖാദ് എന്ന പേരിലായിരിക്കും ഇനി ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് താൻ നേരത്തെ ഉപയോഗിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറി സ്വതന്ത്രമായി നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ചില പോസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നു. ഏതായാലും പോലീസ് വാച്ചിലായിരുന്നു. അങ്ങനെയാണ് പോലീസ് അവിടെ ഡാൻസ് ആപ്പ് റെയ്ഡ് ചെയ്തത്. രാസലഹരി ഡ്രഗ്സ് കണ്ടെത്തുകയും ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലെ സെഷൻസ് കോടതിയിൽ അവർ ജാമ്യത്തിന് മൂവ് ചെയ്തു. പാലാരിവട്ടം പോലീസിൽ അവരുടെ കൗണ്ടർ പറയാനായിട്ട് സെഷൻസ് ജഡ്ജി ആവശ്യപ്പെട്ടു. ജാമ്യം കൊടുക്കണോ വേണ്ടയോ, പോലീസിൻ്റെ തീരുമാനം എന്താണ്. ഏതായാലും ഡിസംബർ 4 ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പാലാരിവട്ടം പോലീസിന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടു. ഏതായാലും ഈ മാസം 16-ാം തീയതിയാണ് തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റ് പോലീസ് റെയ്ഡ് ചെയ്തത്. അതിനുശേഷം മുതൽ ഒളിവിലാണ്. ഏകദേശം 2 ആഴ്ച കൊണ്ട് ഒളിവിലാണ്. ഒളിവിലിരുന്നുകൊണ്ട് ആ രാസലഹരി പങ്കാളിയായ തൊപ്പി എന്ന നിഖാദും 3 സ്ത്രീകളും വേറെ 3 പയ്യന്മാരും ഒളിവിൽ നിൽക്കുകയാണിപ്പം. ഏതായാലും കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവരെല്ലാം റിമാൻഡിൽ പോകും. കേരളത്തിലെ ഡ്രഗ്സിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഇവിടുത്തെ എല്ലാ പോലീസ്, എക്സൈസ്, എല്ലാ ഏജൻസികളും ഡ്രഗ്സുകൾ മാക്സിമം പിടിക്കുകയും ഇതുപോലെ അബദ്ധസഞ്ചാരത്തിൽ കൂടെ പോകുന്ന ആൾക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊപ്പിയുടെ അവിടെ ഇപ്പം ഈ നടപടിയിലേക്ക് പോലീസ് പോയത്. എന്തായാലും 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അതിലുള്ള സംഭാഷണം അത് കണ്ണൂർ ശൈലിയിലുള്ളതാണ്. പക്ഷേ സംഭാഷണത്തിൽ ധാരാളം അശ്ലീല പദങ്ങൾ, അതൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും അത് BNS അനുസരിച്ചും ഒഫൻസീവാണ്.
അത് സ്ത്രീകൾക്കെതിരായിട്ടും സംസാരിക്കാൻ തുടങ്ങി. അവരൊരു സെക്ഷൽ ഓർഗൻ അല്ലെങ്കിൽ സെക്ഷൽ വസ്തുവാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അപക്വമായ ചില ആ, സംഭാഷണങ്ങളും ഒക്കെ യൂട്യൂബിനകത്ത് കയറി ഇറങ്ങി വന്നു. അതിശക്തമായ നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ജാമ്യം കൊടുക്കരുത്, അവർ ജാമ്യം ഒബ്ജക്റ്റ് ചെയ്യും. അയാൾ ഈ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ച പണങ്ങളെല്ലാം ഈ ഡ്രഗ്സും അതുപോലെ കൂട്ടും കൂടി പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇയാളെ പോലീസ് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇയാൾ ഒരു വിഷാദ രോഗത്തിന് അടിമയാണെന്ന് അയാളുടെ യൂട്യൂബിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. ആയിരിക്കാം, സാധ്യതയുണ്ട്. അതൊന്നും വിഘാതമല്ല പോലീസിന്റെ നടപടിക്ക്. അതിശക്തമായ നടപടി ഇയാൾക്കും അവിടെ കൂടിയ സ്ത്രീകൾക്കും പയ്യന്മാർക്കും എതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.